ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ സ്റ്റാറ്റിയുടെ ചാപ്റ്റർ 3 ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ നമുക്കൊന്ന് വൺ ഷോട്ട് ആയിട്ട് നോക്കിയാലോ. ആ ഒരു ചാപ്റ്റേഴ്സിലെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് സെറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ റോ ഡേറ്റ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കും എന്താണ് റോ ഡേറ്റ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കളക്ഷൻ ഓഫ് ഡേറ്റ ചാപ്റ്ററിൽ, അതായത് ചാപ്റ്റർ 2 ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റാസിനെ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആ കളക്ട് ചെയ്ത ഡേറ്റാസിനെ, അതായത് പ്രൈമറി സോഴ്സിൽ നിന്നോ സെക്കൻഡറി സോഴ്സിൽ നിന്നോ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ, അതിനൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അതിനാണ് റോ ഡേറ്റ അല്ലെങ്കിൽ ഫ്രഷ് ഡേറ്റ എന്നൊക്കെ പറയുന്നത് കേട്ടോ. റോ ഡേറ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതാണ് റോ ഡേറ്റ. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ? ഇറ്റ്സ് എ ടെക്നിക് ഓഫ് അറേഞ്ചിങ് ഡേറ്റ ഇൻ ആൻ ഓർഡർ ആൻഡ് ക്ലാസിഫൈങ് ദം ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഡേറ്റാസിനെ ഒരു ഓർഡറിൽ, എന്തെങ്കിലും ഒരു ഓർഡറിൽ, അസെൻഡിങ് ഓർ ഡിസെൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിസിൽ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് അവരെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആക്കുന്നതിനെയാണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അറേ എന്താണെന്ന്. Array is a large collection of raw data sorted either in ascending or descending order. Raw datasനെ ascending and descending orderൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് അറേ എന്ന് വിളിക്കുന്നത്. അറേ എന്ന് പറഞ്ഞാൽ റോ ഡേറ്റയുടെ ഒരു കളക്ഷൻ ആണ്. ആ ഡേറ്റ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കോ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്താണ് ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഓർ ക്ലാസിഫൈങ് ദ ഡേറ്റ. ഗ്രൂപ്പ് ആക്കുക അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതാണ് ക്ലാസിഫൈ ചെയ്യുക, എന്തിൻ്റെങ്കിലും ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക പ്ലസ് എന്താണ് ഡേറ്റാസിനെ ഗ്രൂപ്പ് ചെയ്യുക. ഇതാണ് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. അങ്ങനെ അറേഞ്ച് ചെയ്തതിനെ നമ്മൾ എന്ത് വിളിക്കും? അറേഞ്ച് ചെയ്തതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? അറേ എന്ന് വിളിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റാസിനെ ഗ്രൂപ്പിംഗ് ആക്കുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്നും പറയുന്നത്. ഓക്കെ, അടുത്ത 4 മാർക്ക് 2, 3, 4 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തിനാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്? നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാസിനെ എന്തിന് ക്ലാസിഫൈ ചെയ്യണം? ദെൻ പ്രസന്റ് ഇൻഫർമേഷൻ ഇൻ എ സിംപ്ലസ്റ്റ് വേ. അതായത് നമ്മുടെ ഡേറ്റാസ് പറഞ്ഞ ഒരു വാസ്റ്റ് ഡേറ്റ ആണ്, ഒരു വൈഡർ ഡേറ്റ ആണ്. അതിനെ ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലേക്ക് എത്തിക്കാനായിട്ട്. ദെൻ എലിമിനേറ്റ് അൺനെസസറി ഡീറ്റെയിൽസ്. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാസിൽ നമുക്ക് വേണ്ടാത്ത ചില ഇൻഫോർമേഷൻസ് വേണം, അതിനെയൊക്കെ ഒഴിവാക്കി നെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന്, വേണ്ട ഇൻഫോർമേഷൻസിനെ മാത്രമാക്കാനായിട്ട്. ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിനെ കമ്പയർ ചെയ്യാനായിട്ട് ഈസി ആകും. ദെൻ എന്താണ്? ഇറ്റ് എനബിൾ വൺ ഫോം മെന്റൽ പിക്ചർ ഓഫ് ഇൻഫോർമേഷൻ. അതായത് പെട്ടെന്ന് നമുക്ക് ഒരു മെന്റൽ പിക്ചറിന് എനബിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡുകൾ: ക്രോണോളജിക്കൽ അല്ലെങ്കിൽ ടൈം ക്ലാസിഫിക്കേഷൻ, ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ 0 to A+ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു പോർഷൻസ് തന്നെയാണ്. അതിനെ നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണ് ഈ വൺ ഷോട്ടിലൂടെ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഓൾറെഡി ടോപ്പിക്കും PPTs ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു സമയത്തേക്ക് ചിലപ്പോൾ എന്താണ് ഈ 1 hours 2 hours ക്ലാസ്സസ് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് കിട്ടാനായിട്ടാണ് ഈ വൺ ഷോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് മക്കളെ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ ടൈം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ഡേറ്റാസിനെ ഈ 4 ബേസിസിലാണ് മെയിൻലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്രോണോളജിക്കൽ അല്ലെങ്കിൽ ടൈം കാൽക്കുലേഷൻ, അതിന്റെ പേര് തന്നെയുണ്ട് ടൈം കാൽക്കുലേഷൻ. ടൈം അനുസരിച്ച് ഇയർ ബേസിൽ 2012, 2013, 2014 അല്ലെങ്കിൽ മന്തിന്റെ ബേസിസിൽ, വീക്കിന്റെ ബേസിസ്, അങ്ങനെ ടൈം ബേസിസിൽ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ എങ്ങനെയാണ്? അക്കൗണ്ട്സ് എങ്ങനെയാണ്? മന്ത്ലി അല്ലെങ്കിൽ ഡേ, അതാണ് അങ്ങനെയല്ല ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ജാനുവരി മന്തിലെ അക്കൗണ്ട്, ഫെബ്രുവരി മന്തിലെ അക്കൗണ്ട്, അങ്ങനെ ക്ലോസ് ചെയ്ത് അടുത്ത മന്തിലേക്ക് പോകും. അങ്ങനെയല്ലേ പോകുന്നത്. അവിടെ തന്നെ മന്ത് വൈസ് ക്ലാസിഫിക്കേഷൻ ആണ്, ഇയർ വൈസ് ക്ലാസിഫിക്കേഷൻ ചെയ്യാറുണ്ട്. അങ്ങനെ ടൈം ബേസിസ് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ക്രോണോളജിക്കൽ ഓർ ടൈം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൺട്രി, അമേരിക്ക, ഇന്ത്യ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ. സ്റ്റേറ്റിന്റെ ബേസിസിൽ, ഡിസ്ട്രിക്റ്റിന്റെ ബേസിസിൽ, ലാൻഡ് സ്പേസിന്റെ ബേസിസിൽ, ജിയോഗ്രഫിക്കൽ ഏരിയാസിന്റെ ബേസിസിൽ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ കളക്റ്റഡ് ഡേറ്റ ഇസ് ഗ്രൂപ്പ്ഡ് വിത്ത് റെഫറൻസ് ടു ദ ക്വാളിറ്റീസ് ഓർ ആട്രിബ്യൂട്ട്സ് വിച്ച് കനോട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. അതായത് ആട്രിബ്യൂട്ട്സും ഉണ്ട്, വേരിയബിൾസും ഉണ്ട്. എന്താണ് ആട്രിബ്യൂട്ട്സ്? ഓൾറെഡി നമുക്ക് ഇനി വരുന്നുണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, നമ്പറിൽ പറയാൻ പറ്റാത്ത ഫീച്ചേഴ്സ് ഉണ്ട്. ബ്യൂട്ടി, ഒരാളുടെ സൗന്ദര്യം നമുക്ക് പറയാൻ പറ്റുമോ? ഇയാൾക്ക് 100 സൗന്ദര്യമുണ്ട്,
അല്ലെങ്കിൽ ഇത്ര ഇന്റലിജൻസ് ഉണ്ട്. നമുക്കതിനെ മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് കാര്യങ്ങളെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ആട്രിബ്യൂട്ട്സിന്റെ ബേസിസിൽ നമ്മൾ ഡേറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാസ് ആണ്. കളക്റ്റഡ് ഡേറ്റാസിന് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക്കാണ് ആട്രിബ്യൂട്ട്സും വേരിയബിൾസും. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിക്കാറുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് ആൻഡ് വേരിയബിൾസ്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്താണ് അതിന്റെ എക്സാമ്പിൾസ്. MCQ ക്വസ്റ്റ്യൻ ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ആട്രിബ്യൂട്ട്സ് അല്ലാത്ത ഏത്, ആട്രിബ്യൂട്ട്സ് ഏത്, വേരിയബിൾസ് ഏത് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ദാറ്റ് ആർ നോട്ട് മെഷറബിൾ, മെഷർ ചെയ്യാൻ പറ്റാത്തത്, നമ്മളെ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്പേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത ഡേറ്റാസിനെയാണ് എന്ത് വിളിക്കുന്നത്? ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അത് ക്വാളിറ്റേറ്റീവ് ആണ്. നമ്മൾ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, ബ്യൂട്ടി, ഇന്റലിജൻസ്, അഫെക്ഷൻ, ലവ്, സിമ്പതി, ഇതൊക്കെയാണ് ആട്രിബ്യൂട്ട്സിന്റെ എക്സാമ്പിൾസ്. അപ്പൊ അടുത്ത ആളാരാണ്? വേരിയബിൾസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നത്, നമ്പേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്? വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചർ ആണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത്, വോളിയം, വെയിറ്റ്, റെയിൻഫോൾ, വിൻഡ്, സ്പീഡ്, ഇതൊക്കെയാണ് വേരിയബിൾസിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, ഈ വേരിയബിൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിസ്ക്രീറ്റ് വേരിയബിൾസും കണ്ടിന്യൂസ് വേരിയബിൾസും. ഡിസ്ക്രീറ്റ് വേരിയബിൾസും കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് പറയാം. എന്താണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ? ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പം സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ എങ്ങനെ എണ്ണം എടുക്കുന്നത്? 1 2 3 4, അല്ലാതെ 1 1.5 2 2.5 എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എങ്ങനെയാണ് ഹോൾ നമ്പേഴ്സിലാണ് ചിലത് കൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ ഹോൾ നമ്പേഴ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഫ്രാക്ഷൻസോ ഡെസിമൽസോ ഒന്നും തന്നെ ഇല്ല. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് മോട്ടോർ കാർസ് ഇൻ എ ഷോറൂം, ഇതൊന്നും നമുക്ക് എന്താണ് അരയിലോ മുക്കാലിലോ ഫ്രാക്ഷൻ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്താണ്? അവരെയാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ് വേരിയബിൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. നോട്ട് ഓൺലി ഇൻ ഹോൾ നമ്പേഴ്സ് മാത്രമല്ല, ഫ്രാക്ഷണൽ വാല്യൂസ് പറയാൻ പറ്റും. ഒരാളുടെ വെയിറ്റ് പറയാണ് 64.5 കിലോ, ഇന്ന് മഴ 155.3 സെന്റിമീറ്റർ മഴ ഈ മാസം ലഭിച്ചു. അങ്ങനെ ഫ്രാക്ഷൻസിലൊക്കെ പറയാൻ പറ്റുന്ന, ഡെസിമൽസിൽ പറയാൻ പറ്റുന്ന ഡേറ്റാസ് ആണ്, വേരിയബിൾസ് ആണ് കണ്ടിന്യൂസ് വേരിയബിൾസ്. ലെങ്ത്, ബ്രെഡ്ത്ത്, വിഡ്ത്ത്, വോളിയം, വെയിറ്റ്, റെയിൻഫോൾ, ഇവരൊക്കെ എക്സാമ്പിൾസ് ചോദിക്കും. ഈ ചാപ്റ്ററിന് കൂടുതലും എക്സാമ്പിൾസ് എഴുതാനായിട്ട് അല്ലെങ്കിൽ MCQസിലൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പഠിച്ചിട്ട് പോകണം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കംപ്രഹെൻസീവ് വേ ടു ക്ലാസിഫൈ റോ ഡേറ്റ ആസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്. റോ ഡേറ്റയെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇങ്ങനെ ഒരു വോസ്റ്റ് ഡേറ്റ തന്നേക്കോ, ഇങ്ങനെ ഒരു ഡേറ്റ തന്നിട്ട് അതിനെ ടാലി മാർക്സ് യൂസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് എന്ത്? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അടുത്തൊരു ടോപ്പിക്കാണ് ക്ലാസ് ലിമിറ്റ്. ഒരു ക്ലാസ്, അതായത് കണ്ടിന്യൂസ് സീരീസിൽ ഇപ്പം 10 to 20 20 to 30 ഇങ്ങനെ ക്ലാസ്സസ് ഉണ്ട് അല്ലേ. അപ്പൊ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 10 to 20 ഉള്ള വാല്യൂസ്, അതായത് 10 മുതൽ 20 വരെയുള്ള ആളുകൾ മാത്രമേ ആ ഒരു ക്ലാസ് കാണത്തുള്ളൂ. അതിനാണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 to 20, അടുത്ത ക്ലാസ് ലിമിറ്റ് 20 to 30. അപ്പൊ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ആ ഒരു ആളുകൾ മാത്രമേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. അവരുടെ മിഡിൽ വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അതിനാണ് ക്ലാസ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലാസ് ലിമിറ്റ് 2 എൻഡ്സ് ഉണ്ട് അല്ലേ. അപ്പർ ലിമിറ്റ് ഉണ്ട്, ലോവർ ലിമിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10 to 20 എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആണെങ്കിൽ അതിന്റെ ലോവർ ലിമിറ്റ് 10ഉം അപ്പർ ലിമിറ്റ് 20ഉമാണ്. എന്താണ് ക്ലാസ് മാർക്ക്? ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ക്ലാസ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡ് വാല്യൂ ആണ്. അതായത് ഒരു ക്ലാസ് 10 to 20 ആണെങ്കിൽ അതിന്റെ മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? 10 + 20 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 2 15. ക്ലാസിന്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസിന്റെ പർട്ടിക്കുലർ ക്ലാസിന്റെ മിഡ് വാല്യൂവിനെയാണ് ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി കർവ് എന്താണ്? നമ്മൾ പറഞ്ഞില്ല, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. വലിയൊരു റോ ഡേറ്റ തന്നു, ആ റോ ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ടാലി മാർക്സ് യൂസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു കർവ് വരയ്ക്കുന്നു. ആ ഡേറ്റയുടെ ബേസിസിൽ അതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കും. അതിനെയാണ് ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കുന്നത്. പിന്നെ ചില ക്ലാസ് ലിമിറ്റ് നമ്മളിപ്പോൾ കണ്ടില്ലേ, 10 to 20, 20 to 30, 30 to 40. നോക്കിക്കേ, ഈ 20 ഇവിടെ രണ്ടിടത്തുണ്ട്, ഈ 30 ഇവിടെ രണ്ടിടത്തുണ്ട്. ഇവിടെ എവിടെയാണ് ഇൻക്ലൂഡ് ആവുന്നത്? ഇവിടെ എവിടെ വരും എന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതാണ്
നമുക്കൊരു വരും. ഈ 20 എന്ന് പറഞ്ഞ നമ്പർ വരുവാണെങ്കിൽ ഏത് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആവും? ഒബ്വിയസ്ലി എവിടെയാണ് വരുന്നത്? എവിടെ വരും? സെക്കൻഡിനകത്തേ വരത്തുള്ളൂ അല്ലേ? 10 to 20 20 to 30 ആണെങ്കിൽ ഈ 20 എന്ന് പറഞ്ഞ വാല്യൂ സെക്കൻഡ് ക്ലാസ്സിലേ വരത്തുള്ളൂ. പക്ഷേ ചില ഡേറ്റാസ് എഴുതും 10 to 19, 20 to 29, 30 to 39. ഇതെന്താണ്? 1 to 19 അവിടെ വരും, 20 ഇവിടെ വരും, 19 ഇവിടെ വരും. അപ്പം നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അതേ ക്ലാസ്സിൽ തന്നെ ഇൻക്ലൂഡ് ആണെങ്കിൽ, അതായത് ഈ ഒരു സിസ്റ്റം നോക്കുമ്പോൾ ഇവിടുത്തെ 10 എന്ന് പറഞ്ഞ വാല്യൂ ആ ക്ലാസ്സിൽ വരും, പക്ഷെ 20 അടുത്ത ക്ലാസ്സിലേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 10 to 20, 20 to 30 എന്ന് പറഞ്ഞൊരു ക്ലാസ്, അങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ പോകുന്നതെങ്കിൽ 20 എന്ന് പറഞ്ഞ വാല്യൂ ഈ ക്ലാസ്സിൽ വരില്ല, ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നത്. ആ നമ്പർ അവിടെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പർ ലിമിറ്റ് ആ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആകുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിലാണ് പോകുന്നത്. പക്ഷേ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻക്ലൂഡഡ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ഓഫ് ക്ലാസ് ഇന്റർവെൽസിനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് എന്ന് വിളിക്കുന്നത്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് എവിടെ വരത്തില്ല, ആ ഒരു ക്ലാസ്സിൽ വരത്തില്ല. അതായത് 10 to 20 എന്ന് പറയുന്നത് 20 to 30, 10 വരും പക്ഷെ 20 അവിടെ വരുന്നില്ല, 20 അടുത്ത ക്ലാസ് വരും, ഇവിടെ 30 വരുന്നില്ല. ഇതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ് ഇന്റർവെൽസ് വിളിക്കുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആ ഒരു ക്ലാസ്സിൽ കാണും. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അപ്പറോ അല്ലെങ്കിൽ ലോവറോ ആ ക്ലാസ്സിൽ കാണില്ല. നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കും, എക്സാമിന് തരും ഇതുപോലെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് തരും, ഫ്രീക്വൻസി തരും. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, അതിനെ എക്സ്ക്ലൂസീവ് ആക്കാൻ. നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എക്സ്ക്ലൂസീവ് ആക്കുന്നതെന്ന്. ഓക്കെ, എക്സ്ക്ലൂസീവ് ആക്കാനായിട്ട് എന്താണ്? ഈ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എടുക്കുക, അതിൽ നിന്ന് ഈ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് കുറയ്ക്കുക. ഓക്കെ, 1 / 2 ചെയ്യുമ്പം 0.5. എങ്ങനെയാണ്? അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 കുറയ്ക്കുക, ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 കൂട്ടുക. ആ ഒരു രീതി ചെയ്യുക, ആ ഒരു രീതിയിൽ ചെയ്ത് പോവുക. അതായത് അപ്പർ ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുക, 1 നിന്ന് കുറയ്ക്കുമ്പോൾ 0.5, 10ൻ്റെ കൂടെ കൂട്ടുമ്പോൾ 10.5, ദെൻ 11 നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടും? 10.5, ദെൻ 20യുടെ കൂട്ടുമ്പോൾ 20.5. ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാനായിട്ട് എക്സാമിന് ചോദിക്കും. ഇൻക്ലൂസീവ് ഡേറ്റാസിനെ എക്സ്ക്ലൂസീവ് ആക്കാനായിട്ട്. ഓക്കെ, യൂണിവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബൈവേരിയന്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. എ യൂണിവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൺലി വൺ വേരിയബിൾ. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ അതിനെ യൂണിവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിളിക്കും. 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിന് ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. 2ൽ കൂടുതലുണ്ടെങ്കിൽ അതിനെ മൾട്ടിവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇതിന് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, സെറ്റാക്കി പഠിക്കുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഈ നോട്ട്സ് ഒക്കെ ആ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. എല്ലാവരും സെറ്റായിട്ട് പഠിക്കുക. എക്സാം നല്ല ഈസി ആയിരിക്കും കേട്ടോ.